ഉബുണ്ടു എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു ആഫ്രിക്കൻ കഥയിൽ നിന്നാണ് ഇത് കേട്ടത്. ഉബുണ്ടു എന്നാൽ ഐ ആം ബിക്കോസ് യു ആർ. ഐ ആം ബിക്കോസ് യു ആർ. ആഫ്രിക്കയിലെ ചിലയിടങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഈ കഥ മനോഹരമായ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കാനാണ്. ഒരിക്കൽ ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ വന്നൊരു വിസിറ്റർ അവിടെയുള്ള കുറച്ച് കുട്ടികളുമായി ഇങ്ങനെ അടുപ്പത്തിലാകുന്നു. അങ്ങനെ ഒരു ഗെയിമിന് അയാളും ആ കുറച്ച് കുട്ടികളും തയ്യാറെടുക്കുകയാണ്. ഗെയിം ഇങ്ങനെയാണ്: അയാളൊരു ബാസ്ക്കറ്റിനകത്ത് നിറയെ പഴങ്ങളുമായി ഒരു മരച്ചുവട്ടിൽ വെച്ചു. അല്പം ദൂരെയാണ്. എന്നിട്ട് അയാൾ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളിൽ ആദ്യം ആര് ഈ ബാസ്ക്കറ്റിൻ്റെ അടുത്തെത്തുന്നുവോ അയാൾക്കിത് മുഴുവൻ കിട്ടും. ആ കുട്ട നിറയെ ഫ്രൂട്ട്സ് കിട്ടും. കുട്ടികൾ തയ്യാറായി. വിസിറ്റർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അവരാദ്യം ആ ബാസ്ക്കറ്റിലേക്ക് നോക്കുന്നു. എന്നിട്ട് പരസ്പരം നോക്കി. അപ്പോഴാ വിസിറ്റർ കുട്ടികൾ ഓടുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അവരുടെ മത്സരം കാണാൻ, അവർ തമ്മിലുള്ള ഫൈറ്റ് കാണാൻ, അല്ലെങ്കിൽ ഒരാൾ വിജയിക്കുന്നത് കാണാൻ. പക്ഷേ ഇതൊന്നുമല്ല സംഭവിച്ചത്. കുട്ടികളിങ്ങനെ ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ചു. എന്നിട്ട് അവർ ഒരുമിച്ച് ഓടുകയാണ്, ഒറ്റ ഗ്രൂപ്പായിട്ട്, ഒറ്റ ടീമായിട്ട്, ഒരുമിച്ച് ബാസ്ക്കറ്റിൻ്റെ അടുത്തേക്ക്. ആ പഴക്കൊട്ടയുടെ അടുത്ത് അവർ എത്തിയിട്ട് അവർ ഇങ്ങനെ അതിൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് അവർ ഒരുമിച്ച് ഈക്വലായിട്ട് അവർ ആ പഴങ്ങൾ ഇങ്ങനെ വീതിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? നിങ്ങളിൽ ഒരാൾക്കിത് മുഴുവൻ കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു കുട്ടി അയാളോട് പറയുകയാണ്, ഉബുണ്ടു. ഇത്രയും പേർ സങ്കടപ്പെടുമ്പോൾ ഞങ്ങളിൽ ഒരാൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ഇതാണ് ഉബുണ്ടു. എ ബിലീഫ് ദാറ്റ് യുവർ ലൈഫ് ഈസ് ടൈഡ് ടു മൈൻ. അങ്ങനെയാണ് നമ്മൾ നല്ലൊരു മനുഷ്യനാകുന്നത്. ഒരാൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഓർത്തു നോക്കിക്കേ, നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചേക്കുന്ന, നമ്മുടേതെന്ന് കരുതി, നമ്മുടേതെന്ന് മാത്രം കരുതി നമ്മളിങ്ങനെ പിടിച്ചേക്കുന്നതൊക്കെ സത്യത്തിൽ നമ്മുടെയാണോ? മനോഹരമല്ലേ ഈ കോൺസെപ്റ്റ്, ഉബുണ്ടു. ഐ ആം ബിക്കോസ് യു ആർ. നിങ്ങൾക്ക് വേഗത്തിൽ പോകണമെങ്കിൽ തനിയെ പോവുക. നിങ്ങൾക്കേറെ ദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോവുക. ഒരുമിച്ച് പോവുക.